ഹൗ യു ബിക്കം സോ ബോൾഡ്? കൊച്ചിലെ ബോൾഡ് ആയിരുന്നോ? എനിക്ക് ഒന്നാമത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറയാം, എന്നെ ആരെന്ത് പറഞ്ഞാലും എനിക്ക് അപ്പോൾ ഒരു വിഷമം ഉണ്ടാവുള്ളൂ, പിന്നെ ഐ ഫോർഗെറ്റ്. അപ്പം ഐ എം ഓൾവേസ് ക്ലിയർ മൈ ആറ്റിറ്റ്യൂഡ് ആൻഡ് മൈ മെന്റലി അല്ലോ. ഐ എം ഓൾവേസ് വെരി ക്ലിയർ. ഇപ്പോൾ അന്ന് നിന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ അവര് എന്ന് പറഞ്ഞാൽ എപ്പോൾ ഏത് ഹാങ് ചെയ്യില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് സ്പേസ് ഉണ്ട് എൻ്റെ ഹാർട്ടിലും എൻ്റെ മനസ്സിലും ഒക്കെ. സോ മേ ബി പിന്നെ എ സ്ട്രോങ് പേഴ്സൺ, യു നോ, maybe my parents might be one part of it, because even though ഒരു aristocratic orthodox but education was കുറച്ചും കൂടി നല്ലോണം നോക്കിയിരുന്നു. എനിക്കറിയില്ല, നമ്മളെല്ലാം പുറത്തു പോയി പഠിച്ചു ആ കാലത്തിൽ. ഐ വാസ് ബോൺ ഇൻ 1962. അപ്പം ആ ഒരു ഘട്ടത്തിലൊക്കെ കുറച്ചും കൂടി ഒരു ബ്രിട്ടീഷ് സ്കൂളിൽ ഇതൊക്കെ വന്നുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ലാംഗ്വേജിനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ ലാംഗ്വേജ് കേൾക്കാൻ. ഞാൻ സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അല്ലാണ്ട് 1-2 വർഷം ഞങ്ങൾക്കൊക്കെ ഒരു നിർബന്ധമായിരുന്നു അന്നത്തെ കാലത്തൊക്കെ പുറത്തുപോയി പഠിക്കണമെന്ന്. അപ്പം 4ാം ക്ലാസ്സിൽ ഇവിടുത്തെ സ്കൂളിൽ തോറ്റപ്പോൾ അവിടെ ഊട്ടി സ്കൂളിൽ കൊണ്ടുപോയിട്ട്, അപ്പം ഇവിടെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഊട്ടിയിലെത്തിയത്. അപ്പോൾ ഊട്ടിയിൽ പോയപ്പോൾ കുറച്ച് എറ്റിക്വറ്റ്സും മാനേഴ്സും കുറച്ച് ലാംഗ്വേജ് പോളിഷും ഒക്കെ ആയി. അങ്ങനെയായിരിക്കും എനിക്ക് ലാംഗ്വേജ് കിട്ടിയത്. പക്ഷെ മലയാളം പറഞ്ഞാലോ പച്ച മലയാളം.